മാപ്രാണം, ഷൊർണൂർ റോഡ്, കോലഴി എന്നിവിടങ്ങളിലെ കവർച്ച നടന്ന ATM സെന്ററുകളിൽ എത്തിച്ചായിരുന്നു തെളിവെടുപ്പ്. വിലങ്ങണിയിച്ച് എത്തിച്ച പ്രതികളെ കാണാൻ ഒട്ടേറെ പേർ തടിച്ചുകൂടി. 5 ദിവസത്തേക്കാണ് പ്രതികളെ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങിയിട്ടുള്ളത്. ഇപ്പോൾ 2 ദിവസം പൂർത്തിയായി കഴിഞ്ഞു. കൂടുതൽ അന്വേഷണത്തിനായി പ്രതികളെ ചോദ്യം ചെയ്തു വരികയാണെന്ന് അന്വേഷണ ഉദ്യോഗസ്ഥർ പറഞ്ഞു. നാടകീയമായാണ് പ്രതികൾ പോലീസിന്റെ വലയിലാകുന്നത്. തൃശൂരിലെ ATM കവർച്ചയ്ക്ക് ശേഷം പണവും ഇവർ സഞ്ചരിച്ചിരുന്ന കാറും കണ്ടെയ്നർ ലോറിക്കുള്ളിൽ ഒളിപ്പിച്ച് തമിഴ്നാട് വഴി കടക്കാൻ ശ്രമിക്കുന്നതിനിടയിലാണ് ദേശീയപാതയിൽ തമിഴ്നാട് പോലീസിന്റെ പിടിയിലായത്. പോലീസുമായുണ്ടായ ഏറ്റുമുട്ടലിൽ ഇവരുടെ സംഘത്തിലെ ഒരാൾ കൊല്ലപ്പെട്ടിരുന്നു. ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ ഇപ്പോഴും കോയമ്പത്തൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഇയാളുടെ ഒരു കാൽ മുറിച്ചു മാറ്റേണ്ടി വന്നു. മറ്റ് 5 പ്രതികളെയാണ് ഇപ്പോൾ ഈസ്റ്റ് പോലീസ് കസ്റ്റഡിയിൽ വാങ്ങി അന്വേഷണത്തിന്റെ ഭാഗമായി തെളിവെടുപ്പ് നടത്തിയത്. തൃശൂരിലെ ATM കവർച്ചാ കേസിന് പുറമെ തമിഴ്നാട്ടിൽ പോലീസിനെ ആക്രമിച്ചതിനും പ്രതികളുടെ പേരിൽ കേസെടുത്തിട്ടുണ്ട്. ഇതുകൂടാതെ മറ്റു സംസ്ഥാനങ്ങളിലും സമാനമായ രീതിയിൽ ATM കവർച്ച നടത്തിയ സംഘമാണ് പിടിയിലായതെന്ന് പോലീസ് പറഞ്ഞു. ഹരിയാന സ്വദേശികളായ ഈ സംഘത്തിൽ 70ഓളം പേരുണ്ട്. ഇവർ പല സംഘങ്ങളായി തിരിഞ്ഞ് രാജ്യത്തിന്റെ പല ഭാഗത്തും കവർച്ചകൾ ആസൂത്രണം ചെയ്യുക പതിവാണ്. സംഘത്തെക്കുറിച്ച് കൂടുതൽ അന്വേഷണം നടക്കുന്നതായും പോലീസ് പറഞ്ഞു.